ഏതൊരു സർജറിയും ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഒരു ബിഗ് മെൻ്റൽ പ്രിപ്പറേഷൻ നമ്മൾ എല്ലാ സർജൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും. അപ്പോൾ ചില പ്രധാന ഘടകങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ട്. ഒന്ന്, യഥാർത്ഥത്തിലൊരു ഹോംവർക്ക് നമ്മൾ ചെയ്തിട്ട് വേണം ഒരു സർജറിയിൽ വരാനായിട്ട്. രണ്ട്, നമുക്ക് നല്ലൊരു സർജിക്കൽ ടീം വേണം. അത് ജൂനിയർ ഡോക്ടേഴ്സ് വേണം, നല്ല സ്റ്റാഫ് നഴ്സസ് വേണം, OT ടെക്നീഷ്യൻ, ബാക്കിയുള്ള ലൈറ്റ് സ്റ്റാഫ് വേണം, നല്ലൊരു അനസ്തീഷ്യ ടീമും വേണം. അപ്പോൾ ഇത്രയും പ്രധാന ഘടകങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു സർജറിയിൽ നമ്മൾ പ്രവേശിക്കുകയാണെങ്കിൽ സാധാരണഗതിയിൽ വലിയൊരു ടെൻഷൻ ഉണ്ടാവാറില്ല. കാരണം എല്ലാം നമ്മൾ മെൻ്റലി റിഹേഴ്സ്ഡ് സ്റ്റെപ്സാണ് സർജറിയിൽ. സ്ഥിരമായിട്ട് ചെയ്യുന്ന സർജറി ആണെങ്കിൽ ആക്ച്വലി പ്രത്യേകിച്ച് ഒരു ടെൻഷൻ ഉണ്ടാവാറില്ല എന്നുള്ളതാണ് സത്യം. കാരണം പല പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. എന്തൊക്കെ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസ് ഉണ്ടായാലും അതൊക്കെ ടാക്കിൾ ചെയ്യാനുള്ള ഒരു എക്സ്പീരിയൻസ് നമ്മൾ അത്രയും നാളത്തെ നമ്മളുടെ സർജിക്കൽ ജേർണിയിലൂടെ ആർജിച്ചിട്ടുണ്ടാവും. സപ്പോസ് നമ്മൾ പുതിയതായൊരു സർജറി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ മെൻ്റൽ പ്രിപ്പറേഷൻ എന്ന് പറയുന്ന കാര്യവും ഹോംവർക്ക് എന്ന് പറയുന്ന കാര്യവും നമ്മൾ കുറച്ചുകൂടി ശക്തിപ്പെടുത്തും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ച മുമ്പ് തന്നെ ചിലപ്പോൾ വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കേസാണെങ്കിൽ അത് ഒരു എങ്ങനെയൊക്കെ പോയാൽ എങ്ങനെയൊക്കെ സംഭവിക്കും എന്നുള്ളതൊക്കെ ഒരു മെൻ്റൽ പിക്ചർ ഉണ്ടാക്കി ടീം മെമ്പേഴ്സുമായിട്ട് ഡിസ്കസ് ചെയ്ത് നല്ലൊരു ഹോംവർക്കോടുകൂടി സർജറി ചെയ്യുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നതൊരു കാമായി തന്നെ ഓൾമോസ്റ്റ് എല്ലാ സർജറീസും നമുക്ക് പൂർത്തിയാക്കാൻ പറ്റും. പിന്നെ എല്ലാ സർജൻസും മനുഷ്യരാണ്. അപ്പോൾ എല്ലാവർക്കും ചെറിയൊരു ടാൻഡ്രംസൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ എത്ര നന്നായിട്ട് മാനേജ് ചെയ്യുന്നു എന്നനുസരിച്ചിരിക്കും ടീം എത്ര കംഫർട്ടബിൾ ആണെന്നുള്ളത്.